ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നന്നായിട്ട് ഐലൈനർ എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാവേ. ഐലൈനർ മാത്രമല്ല, മൊത്തത്തിൽ ഐ മേക്കപ്പ് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഐലൈനർ, പിന്നെ ഐഷാഡോ സംഭവങ്ങളൊന്നുമില്ല. ഐലൈനർ, മസ്കാര, അങ്ങനെ കാജലൊക്കെ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഐ മേക്കപ്പ് നന്നായിട്ട് ചെയ്യാം എന്ന് നമുക്ക് നോക്കാവേ. ഞാൻ അങ്ങനെയാണ് നോർമലായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കാജലല്ല, ഐലൈനർ ഇതാണ് കേട്ടോ. ഐക്കോണിക് കാജലാണ്, ലാക്മി ഐക്കോണിക് കാജൽ. ഇതിന് റേറ്റ് വന്നിട്ട് 299 ആണ് കേട്ടോ. അപ്പോൾ 300 താഴെ ഉള്ളൂ റേറ്റ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എങ്ങനെയാണ് കണ്ണെഴുതുന്നത് എന്ന് നോക്കാം. പിന്നെന്താണ്, മറ്റേ ബോട്ടിലിൽ കിട്ടുന്ന ഐലൈനർ അല്ലേ, നോർമൽ നമ്മൾ വാങ്ങുന്ന ബോട്ടിലുള്ള, അതിനേക്കാളും ഒന്നും കൂടി നന്നായിട്ട് തോന്നുന്ന ഇതാണ്. കാരണം ഇതിൻ്റെ ഒരു എന്താണെന്നറിയില്ല, ഇതിൻ്റെ ഈ സ്റ്റിക്ക് എനിക്കൊന്നും കൂടി ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് വെച്ചാൽ കൂടുതൽ എഴുതുന്നത്. അപ്പോൾ നോക്കിയാലോ. മുകളിൽ മാത്രം എഴുതി കൊടുക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് കേട്ടോ. മുകളിൽ മാത്രം എഴുതുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത്ര മതി. ഓക്കെ, ഇതാ മുകളിൽ മാത്രം കണ്ണെഴുതുന്ന, അതായത് ഐലൈനർ എഴുതുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ. ഇനി അത് മാത്രം പോരാ, താഴെ എഴുതണം എന്നുള്ളവർ ചിലർ കാജൽ ഉപയോഗിച്ച് താഴെ എഴുതും, ചില ആൾക്കാർ ഐലൈനർ കൊണ്ട് തന്നെ താഴെ എഴുതും. അപ്പൊ നമുക്ക് അതുകൂടെ ഒന്ന് കാണാവേ. ഒരു കണ്ണിൽ കാജൽ ഉപയോഗിച്ച് ഒരു കണ്ണിൽ ഐലൈനർ ഉപയോഗിച്ചും ഞാൻ എഴുതി കാണിക്കാം കേട്ടോ. ഞാനിത് 2 മോഡലും ചെയ്ത് നോക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കതൊന്ന് കാണാവേ. അതിന് വേണ്ടിയിട്ട് കാജലാണ് ഉപയോഗിക്കുന്നത്. ഞാൻ എടുത്തിട്ടുള്ളത് ഡാസ്ലർ എറ്റേണയുടെ ഒരു കാജലാണ് കേട്ടോ. നോക്കാം. ഞാൻ ഈസി ആയിട്ട് കൂടുതലും കാജലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഐലൈനർ ഞാൻ എഴുതുന്നത് തന്നെ കുറവാണ്. ഓക്കെ, ഈ കോർണറും കൂടെ ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കോർണർ, എന്നാലേ അതിനൊരു ഫിനിഷിങ് വരുള്ളൂ. അപ്പോൾ കാജൽ വെച്ചിട്ടുള്ള താഴെ എഴുതുന്നത്, അണ്ടർ ഐയിൽ കാജൽ വെച്ചിട്ട് എങ്ങനെയാണ് ഐലൈനർ എഴുതുന്നത് എന്നാണ് കേട്ടോ ഇത് കാണിച്ചത്. ഇനി ഈ സൈഡിൽ നമുക്ക് ഐലൈനർ വെച്ചിട്ട് തന്നെ എഴുതി കാണിക്കാം. ക്യാമറയിൽ നോക്കി എഴുതുന്നത് കൊണ്ടേ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ പെർഫെക്റ്റ് ആയില്ല എന്ന് വരും ഇങ്ങനെ എഴുതുന്നത് കൊണ്ട്. കണ്ണിലേക്ക് പെടരുത് കേട്ടോ. കണ്ണിലേക്ക് പെടർന്നാൽ കണ്ണുന്നത്. ലാക്മിയുടെ ഐലൈനറിന് കുറച്ച് നീക്കൽ കൂടുതലുണ്ടാകും കണ്ണിൽ പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതുകൊണ്ട് കണ്ണിൽ പോകാതെ നോക്കണം. എനിക്ക് എപ്പോഴും. പിന്നെ ഇതാ ഈ എഡ്ജില് ഇവിടെ വരെ എഴുതിയിട്ടുണ്ട്. ഈ എഡ്ജും കൂടെ നമുക്കൊന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്ര പെർഫെക്റ്റ് ആയില്ല, എന്നാലും സാരമില്ല. ലൈറ്റ് ഇട്ടിട്ടുണ്ട് പക്ഷെ
കണ്ടോ? ഐലൈനർ വെച്ച് തന്നെ നമുക്കതിൻ്റെ എഡ്ജ് ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കണ്ണിന് താഴെ ഞാൻ എഴുതിയിരിക്കുന്ന ഐലൈനറാണ്, ഇതിന് താഴെ ഞാൻ എഴുതിയിരിക്കുന്നത് കാജലാണ്. പക്ഷെ ഐലൈനർ ആണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ലാസ്റ്റ് ചെയ്യും. കാജൽ ചിലപ്പം കുറച്ച് പടരാൻ സാധ്യതയുണ്ട്. എനിക്ക് എപ്പോഴും കാജൽ പടരാറുണ്ട് കേട്ടോ, താഴേക്ക് സ്പ്രെഡ് ആവും. ഐലൈനർ സ്പ്രെഡ് ആവാറില്ല, അത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പം പക്ഷെ എഴുതാൻ എളുപ്പം കാജലാണേ. പിന്നെ നമുക്ക് മസ്കാരയും കൂടെ ഒന്നിടാവേ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള മസ്കാര സ്വിസ് ബ്യൂട്ടിയുടെ ആണ് കേട്ടോ. കാണുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. സ്വിസ് ബ്യൂട്ടിയുടെ മസ്കാരയാണ്. പ്രിസിഷൻ തിക്കനിങ് ലോങ് ലാഷ് മസ്കാര, പെർമനന്റ് ലെങ്തനിങ്. ഓക്കെ, ബ്ലാക്ക് കളറാണേ. ഇതൊന്നും അല്ലാത്തതും ഉണ്ടാവുമല്ലോ മസ്കാര, അതുകൊണ്ട് ഇതിന് പറയുന്ന റേറ്റും 299 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. ഓക്കെ, മസ്കാരയും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാവേ. ക്യാമറയിൽ നോക്കി ചെയ്യുമ്പോഴേ കുറച്ച് ടഫാ. ഇതുണ്ടോ? ആരെടാ എന്ന് ചെയ്യുന്നിട്ട് നിൽക്കുന്നു. ഇതാണ് എൻ്റെ മുടിയുടെ കുഴപ്പം. താഴെയും കൂടെ ജസ്റ്റ് ഒന്ന് ചെറിയ ലാഷസാ താഴെയുള്ള, അതിലും കൂടെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാവേ. താഴെ കൊടുക്കുന്ന സമയത്ത് കണ്ണിലേക്ക് ഇത് കൊള്ളാനുള്ള ചാൻസ് നല്ല പോലെ ഉണ്ട്. കൊണ്ടാ വേദന എടുക്കുന്നു കേട്ടോ. ഇത് ശ്രദ്ധിച്ച് ചെയ്യണം, കാരണം എനിക്ക് എപ്പോഴും സംഭവിക്കുന്നു. ഇനി കട്ട വരാതെ നോക്കണേ. ഓക്കെ, ഈ കണ്ണ് തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്, മനസ്സിലായോ? ഇത് മസ്കാര ഇട്ട് കഴിയുമ്പോൾ കണ്ടോ ഒരു ചെറിയൊരു കട്ടയുണ്ട് അതിനിടയ്ക്ക്. ഓക്കെ, കണ്ടോ? ഈ കണ്ണ് നോർമൽ. ഇത് നല്ല ഐലാഷ് നല്ല തിക്കനിങ് ആവും. ഞാൻ എക്സ്റ്റൻഷനൊന്നും ഒരിക്കലും ഉപയോഗിക്കാറില്ല. എക്സ്റ്റൻഷൻ അല്ല, എന്താ പറയുക, നമ്മളിത് വെക്കുമല്ലോ ഐലാഷായിട്ട്, അതൊന്നും ഞാൻ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, ഇനി ഉപയോഗിക്കാന്ന് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് ഇത് തന്നെ നല്ലതായിട്ടാണ് തോന്നുന്നു. മുടി കുടുങ്ങി ഗായ്സ്. ജസ്റ്റ് ഒന്ന് കണ്ണിൽ തട്ടി ചെറുതായിട്ട്. കണ്ണിൻ്റെ താഴെ ആയില്ല, അത് ക്യാമറയിൽ നോക്കിയിട്ട് ഇടുന്നതുകൊണ്ടാണ് കേട്ടോ, നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഇത്രയും മതി. താഴെ കുറച്ചൊന്ന് ടച്ചായി. ഓക്കെ, ഫിനിഷ് ആയിട്ടുണ്ടേ. ഇപ്പം 2 കണ്ണിലും ഐലൈനറും ഇട്ടു. ഒരു കണ്ണിൻ്റെ താഴെ ഉള്ളത് ഇത് കാജലാണ്, ഇത് താഴെ ഉള്ളത് ഐലൈനറാണ് കേട്ടോ. ഓക്കെ, കുറച്ചും കൂടെ എഡ്ജ് ആവശ്യമായിട്ടുള്ളപ്പോൾ കുറച്ചും കൂടെ നീട്ടി വരയ്ക്കാമേ. ഞാൻ ചില സമയത്ത് നീട്ടി വരയ്ക്കും, ചില സമയത്ത് ഇങ്ങനെ വരയ്ക്കും.
ഇവിടെ വേണമെങ്കിൽ ഇപ്പൊ ഇനി കാജൽ താഴെ ഇടുവാണെങ്കിലും ഈ 2 സൈഡും നമുക്ക് ഈ ഐലൈനർ വെച്ച് തന്നെ ഷാർപ്പൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെയും ചെയ്യാറുണ്ട്, ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ എങ്കിലും നല്ലതായിട്ടിരിക്കും കേട്ടോ, നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ഓക്കെ, അത്രേ ഉള്ളൂ. ബൈ ബൈ, സി യു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെന്താണ് ബെൽ ബട്ടൺ അമർത്തി വെക്കുക. പിന്നെന്താണ് ചെയ്യാനുള്ളത്, കമൻറ്റ് കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ ബൈ.